അവസാനമായി നമ്മൾ നിയമത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. കഴിഞ്ഞ തവണ പോലെ തന്നെ ഇക്കുറിയും നിയമം ഹോട്ട് സീറ്റാണ്. വി ശിവൻകുട്ടിയും ഒപ്പം രാജീവ് ചന്ദ്രശേഖറും ശബരിനാഥും അവിടെ പോർക്കളത്തിലുണ്ട്. ത്രികോണ പോരാട്ടം തന്നെയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറും വി ശിവൻകുട്ടിയും നേർക്കുനേർ ഒരു പോർവിളിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വി ശിവൻകുട്ടിയെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. കേട്ടപാതി വി ശിവൻകുട്ടി അത് ഏറ്റെടുക്കുന്നു. ഏത് ദിവസമാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ അങ്ങനെ അതിന് തയ്യാറാണെന്ന് പറയുന്നു. അല്ല, ഞായറാഴ്ച പറ്റില്ലെന്ന് മോദി വരുന്ന ദിവസമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ശിവൻകുട്ടി പറയുന്നു ഏത് ദിവസമാണെങ്കിലും അതിന് തയ്യാറാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പിൻവാങ്ങിയ മട്ടാണ്. കാരണം ഒരു വികസന സംവാദത്തിലേക്കൊക്കെ പോയാൽ അദ്ദേഹത്തിന് പൊള്ളും എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി വരട്ടെ, എല്ലാവരും വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ സംവാദം നടക്കുമോ, അല്ലെങ്കിൽ അതൊരു ആവേശത്തിൻ്റെ പുറത്ത് അദ്ദേഹം ഒരു വയ്യാവേലി പിടിച്ചതാണോ എന്ന കാര്യം കൂടി സംസാരിക്കുകയാണ്. സാറിന് എന്ത് തോന്നുന്നു? നിയമമാണ് ബി ജെ പിക്ക് കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം എന്നാണ് അവരും കണക്കാക്കുന്നത്, കേരളത്തിൽ പലരും വിചാരിക്കുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, എൻ്റെ ഒരു കണക്കൂട്ടലും ഒക്കെ അനുസരിച്ച്. കാരണം അവിടെ നിയമം ഓഫ് കോഴ്സ് അവർക്ക് പിന്നെ വോട്ട് കൂടി വന്ന ഒരു മണ്ഡലമാണ്. ഒരു തവണ രാജഗോപാലിനെ ജയിപ്പിച്ച മണ്ഡലമാണ്. അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് പറയാം എന്നുള്ളതല്ലാതെ രാജഗോപാലിൻ്റെ വിജയം വെച്ച് നിയമം ബി ജെ പി അനുകൂലമായി മാറിയ മണ്ഡലമാണ്, അവിടെ ജയിച്ചു കളയാം എന്ന് പിന്നെ രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് കൂടുതൽ സാധ്യതയുള്ളതായിട്ട് വേണമെങ്കിൽ കണക്കാക്കാവുന്ന മണ്ഡലം കഴക്കൂട്ടമാണ് എന്ന് ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം നിയമത്ത് ഒരു സുനിശ്ചിത ഒരു വിധിയുണ്ട്. അവിടെ മതനിരപേക്ഷ കക്ഷിയിൽപ്പെട്ട, അത് എൽ ഡി എഫ് ആവാം യു ഡി എഫ് ആവാം, ഒരാളെ വിജയിക്കുകയുള്ളൂ. അതിന് കാരണമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് വളരെ വ്യക്തമായ ന്യൂനപക്ഷത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടായിരിക്കും. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശരിയാണ് സവർണ വിഭാഗത്തിൽപ്പെട്ട പിന്നെ ഹിന്ദുക്കളുടെ ധാരാളം വോട്ടുകളുള്ളൊരു മണ്ഡലമാണ്. അതിനനുസരിച്ചുള്ള പിന്നെ എന്താ പറയുക, ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ വിജയിക്കാൻ പോകുന്നത് ഒരു മതനിരപേക്ഷ സ്ഥാനാർത്ഥിയായിരിക്കും. അപ്പോൾ ഇത് നിലനിൽക്കെയാണ് അവിടെ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രാജീവ് ചന്ദ്രശേഖർ അവിടെ പോവുകയും ഈ പരിപാടികളൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത, അദ്ദേഹത്തിന് ഒരു കാരണവശാലും അദ്ദേഹത്തിന് പിന്നെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ വികാരമാണ്. അത് അവിടെ ഇപ്പോൾ നിയമത്ത് അവിടുത്തെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ശിവൻകുട്ടിയോട് സംവദിക്കാൻ വരാമെന്ന് പറയാവുന്നൊരു തരത്തിലുള്ള അത്രയും മണ്ടത്തരം കാണിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ്. കാരണം ശിവൻകുട്ടി നമുക്കറിയാവുന്നതല്ലേ, ശിവൻകുട്ടി കഴിഞ്ഞ പിന്നെ ഈ പറയുന്ന വർഷങ്ങളിൽ മുഴുവൻ ഒന്ന് മന്ത്രിയായിട്ടുള്ള സമയത്ത്, അതിനു മുമ്പേ MLA ആയിക്കൊണ്ടും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പോലും ആ മണ്ഡലത്തിൽ എന്തുമാത്രം ഗ്രാസ് റൂട്ട് ലെവലിലാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അവിടുത്തെ വികസനവും അവിടുത്തെ സംഗതികളും ഒക്കെ ശിവൻകുട്ടിയോട് തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ അടപടലം പൊളിഞ്ഞു പോകുന്ന ഒരാളായിരിക്കും രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള. എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി? അദ്ദേഹത്തിന് പറയാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ നമ്മളെപ്പോഴും വാർത്താ സമ്മേളനങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നില്ല. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ വലിയൊരു പ്രശ്നമായിരിക്കില്ലേ സേഫ്? അത് അദ്ദേഹം അല്ലേ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ വെല്ലുവിളി ഉയർത്തുന്നതിന് മുമ്പ് എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും അദ്ദേഹം തന്നെ പറയാറുണ്ട് എൻ്റെ പൊട്ട മലയാളം. അത് സത്യവുമാണ്. അപ്പോൾ പിന്നെ അത് വെച്ചിട്ടെങ്കിലും ആദ്യം അദ്ദേഹം അതിനാണ് ശ്രമിക്കേണ്ടത്. ഒരാളുടെ ഭാഷയെ കുറ്റം പറയുകയല്ല, ഓക്കെ. പക്ഷെ ആ പരിമിതി അദ്ദേഹം മനസ്സിലാക്കണം. അതുപോലും മനസ്സിലാക്കില്ല. അപ്പം എന്നിട്ട് വെല്ലുവിളിക്കുമ്പോൾ പിന്നെ ശിവൻകുട്ടി പറയുന്നു ശരി, എന്നാലെന്താ, ഞാനും പുള്ളിക്ക് ഇത്തിരി കൂടി ആവശ്യമായി സ്വാഭാവികമായിട്ടും. ശബരിനാഥും പറയുന്നുണ്ട് ഞാനും തയ്യാറാണ്. ശബരിനാഥിനെ എന്തുകൊണ്ട് വിളിച്ചുകൂടാ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അത് കേരളം ഇതിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നത് ഏത് നിലക്കാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ബോധവും പിന്നെ വിവേകവും ഒന്നുമില്ലാത്ത ഒരാളായി രാജീവ് ചന്ദ്രശേഖരനെ കാണേണ്ടി വരുന്നത് എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. കാരണം ഒരു പാർട്ടിയുടെ ഒരു അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഒരാൾ. പക്ഷേ അതാണ് നേമത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ പിന്നെ വിജയിച്ചു വരുമെന്നുള്ള തുടക്കത്തിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലും പതിയെ ഒലിച്ചു പോകാൻ കാരണമാവുന്ന തരത്തിലുള്ള പിന്നെ ഈ വെല്ലുവിളികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഷാദ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ഉണ്ടായ നേട്ടം വെച്ചാണ് നിയമം പിടിക്കും എന്നൊരു സംഗതി എ ക്ലാസ് മണ്ഡലമായി BJP അതിനെ പരിഗണിക്കുന്നത്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടത്തിനപ്പുറത്തേക്ക്
നിയമം ഇക്കുറി പിടിക്കാൻ അവർക്ക് അനുകൂലമായ എന്തെങ്കിലും ഘടകങ്ങൾ, മറ്റെന്തെങ്കിലും ഘടകങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്? അല്ല, അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനെ എൻകാഷ് ചെയ്യാൻ കഴിയുന്ന നേതാക്കളും സ്ഥാനാർത്ഥികളും ഉണ്ടാവുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയ്ക്ക് കേരളത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ സമ്പൂർണ്ണ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ നേതാവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംവാദത്തിന് വിളിക്കുകയാണ് ശിവൻകുട്ടിയെ സംവാദത്തിന് വിളിക്കും. നേരത്തെ സാർ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മലയാളം നല്ല പ്രശ്നമാണ്. ഒരു സംവാദം എന്ന് വെച്ചാൽ വാക്കുകളുടെ ഒരു കല കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹം പട്ടാളക്കാരനായ അച്ഛൻ്റെ മകൻ എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം BJP സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ PR ഏജൻസി വൈകാരികമായി പ്രസംഗിക്കണമെന്ന് അടിക്കുറിപ്പോടെ എഴുതി കൊടുത്തൊരു ഭാഗമുണ്ട്. അതുപോലെ അദ്ദേഹം ആകെ അക്ഷരത്തെറ്റ് വരുത്തി വായിച്ച ആളാണ്. ഇത് വൈകാരികമായിട്ട് ക്ലിപ്പായിട്ട് ഓടിക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്തതാണ്. അതുപോലെ അദ്ദേഹത്തിന് വൃത്തിയാക്കി പറയാൻ പറ്റിയില്ല. അച്ഛൻ്റെ ജോലിയും സ്ഥലമൊക്കെ അങ്ങനെ തെറ്റിപ്പോയാലാണ്. ഇപ്പോഴും പറയുമ്പോൾ അദ്ദേഹം നിരന്തരമായി തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരാൾ സംവാദത്തിന് വിളിക്കും. സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ PR ഏജൻസി ധൈര്യമുണ്ടെങ്കിൽ വാടാന്നൊക്കെ മറ്റുള്ള കുറേ പേരെ ഇങ്ങനെ മണൽ വാരി എറിയുന്ന പോലെ വിളിച്ചു നോക്കി. അതൊക്കെ ഒരു ഷോ ആയിട്ട്. അതിലൊന്ന് ശിവൻകുട്ടിയായിരുന്നു. ശിവൻകുട്ടി ശരി നിന്നോട് കളിക്കാൻ ഞാനുണ്ടാന്ന് മറ്റേ കീലേരി അച്ചു പറഞ്ഞ പോലെ വിളിച്ചു പറഞ്ഞു. അതോടുകൂടി സത്യത്തിൽ അച്ഛനോട് ജയറാം പറഞ്ഞു നിന്നോട് കളിക്കാൻ ഞാനുണ്ടാന്ന് പ്രഖ്യാപിച്ചു. അത് കീലേരി അച്ചു പ്രതീക്ഷിച്ച ഒരു സംഗതിയല്ല. അവിടെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കളിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചു ചോദിക്കുന്നുണ്ടല്ലോ. ശരിക്കും ആ സിനിമാ സീനിൽ അദ്ദേഹം ലോക്കായിപ്പോയി. കാരണം അദ്ദേഹത്തിന് ഒന്നാമത്തെ കാര്യം ശിവൻകുട്ടിയെ വിളിച്ചിരുത്തി ചോദ്യത്തിൻ്റെ ഒരു ആദ്യത്തെ 10 മിനിറ്റ് തികയ്ക്കാൻ കഴിയില്ല. കാരണം ശിവൻകുട്ടിയുടെ കയ്യിൽ നിറയെ ചോദ്യങ്ങളുണ്ട്, അതേ നിലയിൽ നിറയെ ഉത്തരങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം ട്രസ്റ്റ് ഇഷ്യൂ എങ്ങനെ ഉണ്ടായതാണെന്നുള്ള പ്രശ്നം ആലോചിക്കണം. BJP സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ഒരാൾ, കേന്ദ്ര BJPയിൽ വലിയ റോൾ ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കേരളത്തിന് അദ്ദേഹത്തെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി? ആ ചോദ്യം ഉണ്ടല്ലോ. മോദി വരുമ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടി വലിയ മാസ്റ്റർ പ്ലാൻ ആൻഡ് ബ്ലൂ പ്രിൻറ്റ് പ്രഖ്യാപിക്കാൻ പോകുമെന്ന് പറഞ്ഞു. കേരളത്തിനൊന്നും കിട്ടിയില്ല. കേരളത്തിന് കിട്ടിയത് ആമഗവേഷണ കേന്ദ്രമാണ്. കേരളത്തിന് എയിംസ് കിട്ടിയില്ല. അദ്ദേഹം വന്നതിന് ശേഷം കേരളത്തിന് കൊണ്ടുവരും. അതിനുശേഷം ഏറ്റവും അവസാനം മോദി വന്നപ്പോൾ ഇപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കല്ലേ, മോദി ഒരുപാട് സാധനം പ്രഖ്യാപിക്കാൻ പോകുന്നത് രാവിലെ പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ വിഷണ്ണനായ അദ്ദേഹത്തിൻ്റെ മുഖം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആൾക്കാർ നോക്കിക്കാണുന്നത് കേന്ദ്രത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തി കേരളത്തിന് പ്രത്യേകമായി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് തരാൻ ശേഷിയുള്ള ഒരാളായിട്ടല്ല. ആ നിർമ്മലാ സീതാരാമൻ്റെ ലാസ്റ്റ് ബജറ്റിൻ്റെ ദിവസം രാവിലെ അദ്ദേഹം കുറേ നേതാക്കളുടെ കൂടെ പേനയും പേപ്പർ എടുത്ത് ഇരിക്കുകയാണ്. ഈ ബജറ്റ് വലിയ സ്ക്രീനിലിട്ട് അദ്ദേഹം എഴുതിയെടുക്കുകയാണ് പദ്ധതികൾ. എന്നിട്ട് അത് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടു. ഇതാ ഈ ബജറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു 11:45 ആകുമ്പോൾ കേരളത്തിന് എയിംസ് അത് കഴിഞ്ഞ് വലിയ പദ്ധതികളൊക്കെ വരുമെന്നാണ്. ഗവേഷണ കേന്ദ്രം മാത്രമേ കിട്ടിയുള്ളൂ. അദ്ദേഹം ആ പോസ്റ്റിൽ നിന്ന് തന്നെ ഈ മറാർജി ഭവനിൽ ഇവർ വലിയ സ്ക്രീനിൽ ഇത് കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആ നിലയ്ക്ക് പരാജയപ്പെട്ട നേതാവായിട്ടല്ലേ ആൾക്കാർ കാണുന്നത്. അദ്ദേഹത്തെ കൊണ്ട് എന്ത് ഗുണമുണ്ടായിരുന്നു? ഒന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം. 2 നിയമത്തിൻ്റെ കാര്യം എടുത്തിട്ട് ശിവൻകുട്ടി പറയും രാജഗോപാൽ MLA ആയിരുന്നപ്പോഴും ഞാൻ MLA ആയിരുന്നപ്പോഴും ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്ന് ആ സദസ്സിൽ ശിവൻകുട്ടി വിശദീകരിക്കില്ലേ? അതിൻ്റെ കണക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ അപ്പോൾ രാജീവ് തീരുമാനിക്കും ചർച്ചയ്ക്ക് പോകണ്ട എന്ന്. രാജഗോപാൽ ഒരു സമ്പൂർണ്ണമായ പരാജയമായിരുന്നുവെന്ന് BJP സംസ്ഥാന നേതൃത്വം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം മണ്ഡലം ഒന്ന് കംപ്ലീറ്റ് വിസിറ്റ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. പ്രായാധിക്യത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ. അദ്ദേഹത്തിന് ആൾക്കാർക്ക് ആക്സസിബിൾ അല്ലായിരുന്നുള്ള ഗുരുതരമായ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ശിവൻകുട്ടിയുടെ കാലത്ത് അവിടെ സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം, റോഡുകളുടെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം വിസിബിളാണ് ആ മണ്ഡലത്തിൽ. അതവിടെ നിൽക്കെ രാജീവ് ചന്ദ്രശേഖരൻ പോയിട്ട് വെല്ലുവിളിച്ചാൽ എന്താ വിളിച്ചു പറയാം? ഇനി ഭരണകർത്താവ് നിൽക്കി രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു എന്നാണ് കിട്ടിയത്. ഭരണം അദ്ദേഹത്തിന് കിട്ടിയ ഒരു സന്ദർഭമല്ല അത് രാജ്യസഭ വഴി കിട്ടിയതാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പണ്ട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ നമ്മൾ 10-15 വർഷം പിന്നിലാണ്. ഈ ഭരണകൂടങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന BJP ഭരണകൂടങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്ന്. എന്നിട്ട് സെമി കണ്ടക്ടറുകളുടെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമ്മൾ കുറേ മുന്നോട്ട് പോയോ? ഡാറ്റ എടുത്ത് നോക്ക്, ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം IT ഡിജിറ്റൽ മന്ത്രിയായിരുന്നു. ഡാറ്റ പ്രൈവസിയുടെ കാര്യത്തിൽ അടക്കമുള്ള IT നിയമങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ടാണോ പോയത്? അല്ലല്ലോ. വലിയ വിവാദങ്ങളുടെ നടുവിലാണ് ഇപ്പോഴുള്ളത്. അന്നുണ്ടാക്കിയ നിയമമൊക്കെ ഭയങ്കരമായ ആക്ഷേപങ്ങൾ കേട്ടില്ലേ? അപ്പോൾ അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് പേഴ്സണലി എന്തെങ്കിലും രാജ്യത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിമർശനങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള രാജഗോപാൽ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിരിക്കും. മണ്ഡലത്തിൽ മോശം പെർഫോമൻസിൻ്റെ പേരിൽ പിന്നെ വന്ന കുമ്മൻ രാജശേഖരൻ ഗംഭീരമായി തോറ്റുപോവാണ് ചെയ്തത്. അതെന്തായാലും BJPക്ക് ഒരു തവണ ഒരു അവസരം കൊടുത്തതിൻ്റെ ഗുണമാണ്. ആൻഡ് ദെൻ ശിവൻകുട്ടി കൊണ്ടുവന്നിട്ടുള്ള സംഗതികളുടെ വിസിബിളാണ്. ആ മണ്ഡലത്തിന് പുറത്ത് തന്നെ കേരളത്തിലാകമാൻ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഏറ്റവും സ്വീകാര്യതയുള്ള മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് ശിവൻകുട്ടിയാണ്. ആ ശിവൻകുട്ടിയോട് വർത്തമാനം പറയാൻ പോയാൽ വർത്തമാനം വൃത്തിക്ക് പറയാൻ പറ്റില്ല എന്നുള്ള ഒന്നാമത്തെ പോയിന്റ്. ആ പോയിൻ്റോടെ മാറ്റി നിർത്തിയാൽ തന്നെയും അദ്ദേഹത്തിന് പറയാൻ പോയിന്റുകളില്ല എന്നുള്ള സീൻ വരും. അത് അദ്ദേഹം മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിൻ്റെ PR ടീം മനസ്സിലാക്കുന്നു. എത്ര ചോദ്യം ചോദിക്കാം? കളമശ്ശേരി സ്ഫോടനം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ വൃത്തികെട്ട വാക്ക് കൊടും വിഷമെന്ന് അന്ന് പിണറായി വിജയൻ വിളിച്ചത്. അത് ഇതുവരെ അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടില്ല. മാർട്ടിൻ പിടിക്കപ്പെട്ട ശേഷവും ആ ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിൽ കിടന്ന് കുരുങ്ങിപ്പോയില്ലേ രാജീവ് ചന്ദ്രശേഖർ? അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന ഏകവിഷയമായ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പോലും ചോദിച്ചു അദ്ദേഹം ചൂടാവും. കാരണം സ്ഥാനമില്ലാവരും. സോ അതുകൊണ്ട് അദ്ദേഹം
ആ സംവാദത്തിന് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഏറ്റവും മികച്ച ഒരു തീരുമാനമാണ്. അത് BJP-യുടെ താല്പര്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. BJP പ്രവർത്തകരുടെ ആത്മാഭിമാനവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമാണ്. മറിച്ചാണ് അദ്ദേഹം തീരുമാനിക്കുന്നതെങ്കിൽ BJP പ്രവർത്തകർ നിന്ന് കുഴഞ്ഞു പോകാനെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ തുടരുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്.